നമസ്കാരം മക്കളെ, ആകാശ് മാഷാണ്. അപ്പോൾ കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കരകയറ്റാം എന്നുള്ള പാഠഭാഗം. ആ പാഠഭാഗത്ത് നമ്മൾ പരിചയപ്പെടുന്ന പ്രവർത്തനമാണ് കാർട്ടൂൺ വിശകലനം ചെയ്യുക എന്നുള്ള പ്രവർത്തനം. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ചിത്രത്തിൽ ഒരു കാർട്ടൂൺ കാണാം അല്ലേ? അപ്പോൾ കാർട്ടൂൺ വിശകലനം ചെയ്യുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു ചോദ്യം മാതൃകയാക്കി എടുത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സംസാരിക്കാം. നിങ്ങളൊക്കെ ഇവിടെ ഒരു കാർട്ടൂൺ കാണുന്നുണ്ട്. കാർട്ടൂൺ എന്താ, ഒരു മൈക്ക് മൈക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ മൈക്ക് എന്തിനാ ഉപയോഗിക്കുന്നത്? മൈക്ക് ആളുകൾക്കൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? പക്ഷെ നിങ്ങൾ നോക്കിയേ, ആ വേദിക്കകത്തും അതുപോലെ കാണികളായിട്ടും ആരുമില്ല, വേദിക്കകത്തും ആരുമില്ല. പ്രസംഗങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാൻ വേണ്ടി ആർക്കും താല്പര്യമില്ലേ? അങ്ങനെ താല്പര്യമില്ലാത്ത ഒരു അവസ്ഥയാണ് എന്ത് ചെയ്യുന്നത്, ഈ കാർട്ടൂണിലൂടെ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്, ആ കാണുന്ന ചിത്രത്തിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലാവുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാർട്ടൂൺ വിശകലനം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. മക്കളെ, എന്താണ് കാർട്ടൂൺ? കാർട്ടൂൺ ഒരു കലാരൂപമാണ്. ഹാസ്യരസത്തെ അടിസ്ഥാനമാക്കി വരക്കുന്ന ചിത്രങ്ങളാണ് കാർട്ടൂൺ എന്ന് പറയുന്നത്. അപ്പോൾ തമാശയിലൂടെ കാര്യങ്ങൾ പറയുന്ന ചിത്രങ്ങളാണ് എന്ത് ചെയ്ത് കാർട്ടൂണായിട്ട് പറയുന്നത്. സമകാലിക രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങൾ എന്ത് ചെയ്യുന്നു, കാർട്ടൂണാക്കി എഴുതപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ കാർട്ടൂണുകളെക്കാൾ കൂടുതൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കാർട്ടൂണുകളെക്കാൾ കൂടുതൽ എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നത് ട്രോളുകളാണ്. ഇപ്പൊ ട്രോളുകൾക്ക് ഇന്ന് വലിയൊരു സ്ഥാനമുണ്ട് അല്ലേ? ഇപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇൻസ്റ്റ ഒക്കെ തുറക്കുമ്പോൾ ഫേസ്ബുക്ക് തുറക്കുമ്പോൾ നമ്മൾ ട്രോളുകൾ കാണാറില്ലേ? ആ ട്രോളുകൾ പോലെ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഇത് കാർട്ടൂൺ എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കാര്യം എന്താ, കാർട്ടൂണുകളായിരുന്നു. അപ്പൊ ഒരു വിഷയം തമാശയുള്ള വിഷയം ശക്തമായി അവതരിപ്പിക്കാനാണ് കാർട്ടൂണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് വരാം. ആക്ഷേപഹാസ്യമാണ് കാർട്ടൂണിന്റെ പ്രത്യേകത. കഥയിലെ അവസാന രംഗമായ ആളില്ലാത്ത യോഗസ്ഥലം അവതരിപ്പിക്കുന്ന കാർട്ടൂണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അവിടുത്തെ പ്രസംഗവേദിയാണ് ഇവിടെയുള്ള പശ്ചാത്തലം. മൈക്ക് ഓപ്പറേറ്റർ മൈക്ക് സെറ്റ് ചെയ്യുകയാണ്. വേദിയിൽ ആരും തന്നെ ഇല്ല, കാണികളായും അവിടെ ആരും തന്നെ ഇല്ല. മൈക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആർക്കും യോഗങ്ങളിൽ പങ്കാളികളാവാൻ താല്പര്യമില്ല. അവർ കാരണങ്ങൾ ഉണ്ടാക്കി അവിടുന്ന് സ്ഥലം വിടുന്നു. അവരുടെ സാമൂഹ്യ പ്രതിബദ്ധതയില്ലാത്ത അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, അപ്പോൾ ഈ കാര്യം ഓർക്കുക. ഇതുപോലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, വിശകലനക്കുറിപ്പ് കാർട്ടൂണിനെ അടിസ്ഥാനമാക്കി ഞാൻ ചോദിക്കാം. ആ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, നന്നായിട്ട് കാർട്ടൂൺ നിരീക്ഷിച്ച് നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, ഉത്തരം എഴുതി മുഴുവൻ മാർക്കും നേടുക.